ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ വൈഗാനിധി വ്ലോഗ്സ്. അപ്പോൾ നിധിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ചാരു നല്ല ഉറക്കത്തിലാണ്. പുറത്ത് നല്ല മഴ നടക്കുകയാണ്. അതുകൊണ്ട് തണുപ്പും സുഖമായിട്ട് അവർ സുഖമായി കടന്നുറങ്ങുകയാണ് കേട്ടോ. അവർ നല്ല ഉറക്കത്തിലാണ്. ാണ് കേട്ടോ കൊടപ്പാറമ്പലം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്. അവിടെ വിളക്ക് കൊളുത്തിയ പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ കണ്ടത് ദേവുട്ടിയുടെ വീടാണ്. മുന്നേ നമ്മൾ ഒരുപാട് ഒരു കുരങ്ങന്മാരുടെ വീഡിയോ ഒക്കെ ഇല്ല, അതിലൊക്കെ ദേവുട്ടിയുടെ വീട്ടിൽ ഒരു കുരങ്ങ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു, കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ അതാ ദേവുട്ടി പുറത്ത് വന്നിട്ടുണ്ട്. ദേവുട്ടി ഒരുവിധം വീഡിയോയിലൊക്കെ ഇവർ രണ്ടുപേരും ഉണ്ട് കേട്ടോ. ദേവുട്ടി കൈ കൊണ്ടൊക്കെ എന്തൊക്കെയോ കാണിക്കണേ, ഞാനൊന്നും മനസ്സിലായില്ല. പറഞ്ഞിട്ട് ഞാൻ പോന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത്. ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കറിയും സോയാബീൻ കറിയൊക്കെയാണ്. ഞാൻ നന്നായി കഴിച്ചു കേട്ടോ. മഴയത്ത് ഇങ്ങനെ സുഖമായി കഴിക്കാൻ നല്ല സുഖം. ഞാനത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമാണ്. നമ്മൾ നിധിക്കുട്ടിക്ക് എണീറ്റപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. സെർലാക്കാണ് കേട്ടോ അവൾക്ക് കൊടുക്കുന്നത്. കുഞ്ഞുകുട്ടിയാണ്, ഫുഡൊന്നും കഴിക്കാറായിട്ടില്ല. അങ്ങനെ അവൾക്ക് സെർലാക്ക് കൊടുത്തു. നല്ല ചിരിയാണ് കേട്ടോ മുപ്പത്തിയൊരു. സെർലാക്ക് കഴിക്കുമ്പോൾ നല്ല ചിരിയാണ്. ചാരുവിന് പനിയായതുകൊണ്ട് ചാരുവിന് ക്ലാസ് പോയില്ല. അപ്പോൾ അതാ അവളിങ്ങനെ ഇതൊക്കെ കഴിക്കുകയാണ്. അതെ, കഴിക്കാനായിട്ട് അവൾക്ക് അത്യാവശ്യം മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നൊരു ബർത്ത്ഡേ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അന്ന് ഞങ്ങളുടെ ഫാമിലിയിലത്തെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ പോകണില്ല, അപ്പൂസാണ് പോണത്. എൻ്റെ ബ്രോയാണ് കേട്ടോ പോണത്. അപ്പോൾ അവൻ പോവുന്നുണ്ട് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. നമ്മൾ പോകണില്ല. എനിക്ക് പനിയാണ്, ചാരുവിന് പനിയാണ്, ഫാമിലിക്ക് മൊത്തം പനിയാണ്. അവന് മാത്രം പനിയില്ല, അവൻ എറണാകുളത്തായിരുന്നു. അതുകൊണ്ട് അവന് പോകാൻ പറ്റും. ഇതാ അവൻ അവിടുന്ന് വരുമ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന്, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രസ്സാണ്. ന്യൂ ബോണിൻ്റെ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് അവൻ ഡ്രസ്സൊക്കെ വാങ്ങിയത്. എന്താണ് അവൻ വാങ്ങിക്കൊണ്ട് നിൽക്കണമെന്ന് സത്യത്തിൽ എനിക്കും അറിയില്ല കേട്ടോ. എന്താ വാങ്ങിക്കൊണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ പനിച്ച് കിടക്കുകയായിരുന്നു. രാത്രിയായിരുന്നു അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കിടക്കുകയായിരുന്നു. അപ്പോൾ ചാരു വന്നിട്ട് പറഞ്ഞു, അമ്മ കുട്ടിക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. ഞാനത് കാര്യമാക്കിയില്ല, എനിക്ക് വയ്യായിരുന്നു, ഞാൻ വന്നതും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ യെല്ലോ കളറായിട്ടുള്ള ഗ്ലേസിങ്, പണ്ടൊക്കെ ഇതിങ്ങനെ പിരിപിരിയനെ ഉണ്ടാക്കുക, കളർ അങ്ങോട്ട് കൂടെ മറിച്ച് ആക്കലൊക്കെ ഒരു ഹോബിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ബ്ലൂ ഒക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ, നല്ല രസമല്ലേ. അതുകൊണ്ട് നല്ല മിഞ്ഞ ഷീറ്റ് കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഷീറ്റ് കണ്ടു എനിക്ക് ഓർമ്മ വരും, ഞാൻ അങ്ങനെ എടുത്തു വയ്ക്കിയതൊക്കെ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടത്. അങ്ങോട്ടും കൂടെ ഇങ്ങനെ ചിരിച്ച് നോക്കാനും. ഞാൻ അതൊക്കെ കൗതുകത്തോടെ നമ്മൾ നോക്കിയിരുന്നല്ലേ ഇത്. അതുപോലെ ടീച്ച് പൊട്ടിക്കണ ഒരു പേപ്പറൊക്കെ ഇല്ലേ, അതൊക്കെ. ഊട്ടിക്ക് പോകുമ്പോൾ പെങ്ങളെ കാണാൻ വേണ്ടിയിട്ട് രണ്ടാങ്ങളമാരും എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാമന്മാരാണ് കേട്ടോ വരുന്നത്. മഴയത്ത് നനഞ്ഞു കുടിച്ച് കോട്ടൊക്കെ ഇട്ടിട്ടായാലും കഷ്ടപ്പെട്ടു പെങ്ങളെ കണ്ടേ പോകുന്നുള്ള വാശിയിലാണ് രണ്ടുപേരും. അവർ രണ്ടുപേരും ബർത്ത്ഡേക്ക് പോകുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങി വരുന്നതാണ് കുഞ്ഞാങ്ങള ഫസ്റ്റ് വന്നത്, മൂത്താങ്ങള. അവർ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറ്റി. അതാ ആ പോണതാണ് എൻ്റെ നേരങ്ങള. അവൻ പോണതും ബർത്ത്ഡേക്കാണ് കേട്ടോ. അവനാണ് വീട്ടിൽ നിന്ന് പോണത്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവനാണ് ബർത്ത്ഡേക്ക് പോണത്. എല്ലാവർക്കും പനിയായതുകൊണ്ട് അവൻ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവനെ ബർത്ത്ഡേക്ക് പറഞ്ഞയച്ചു. അവനാണ് ബർത്ത്ഡേക്ക് പോണത് വീട്ടിൽ നിന്ന്. ഇതാ പെങ്ങളോട് സംസാരിച്ചിട്ട് നേരം പോയത് രണ്ടാങ്ങളമാർ അറിഞ്ഞില്ല തോന്നുന്നു. അവർ കുറച്ച് നേരം വഴിക്കാണ് ഇറങ്ങണത് കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞു ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫോണുകൊണ്ടിരിക്കും. ആക്ഷൻ. അത് തട്ടി കൊടുത്തോ, അങ്ങനെയല്ല. കടലമിഠായിയൊക്കെ കഴിച്ച് ഷൂട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാരു ഷൂട്ടിനൊക്കെ കൂടുതൽ കടലമിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ശ്രദ്ധ ഒന്ന് പളിപ്പോയി. അത് ദൂരത്ത് രണ്ടാൾക്കാർ നിൽക്കണു. കൂട്ടുകാരാ, ഒപ്പം പഠിച്ചവരാണ് ഇത്രേ. അവർ രണ്ടുപേരും ഇത്ര വയസ്സായാലും എത്ര നന്നായിട്ടാണല്ലേ സൗഹൃദം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്